ഹൈവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മനീസ് കിച്ചൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സുസ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഓണ സ്പെഷ്യൽ പായസമാണേ. അതാണ് ഫ്രൂട്ട് പായസം. ഓണ സ്പെഷ്യലാണേ. അതിന് വേണ്ടി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. 2 ആപ്പിൾ എടുത്തിട്ടുണ്ട്, മാതള നാരങ്ങ, 3 ചെറിയ മീഡിയം സൈസിലുള്ള ഏത്തപ്പഴം എടുത്തിട്ടുണ്ട്. ഫ്രൂട്ട്സ് നമ്മളിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യിലൊന്ന് വഴറ്റിയെടുക്കാം. ചീനിച്ചട്ടി അടുപ്പ് വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കും. നമുക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞ് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 3 സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നമുക്കിന്ന് മാറ്റിയിട്ട് പാൽ തിളപ്പിക്കാം. 1 ലിറ്റർ പാലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ചെറുപത്തി 1 ലിറ്റർ പാലൊഴിച്ച് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാവേ. നമ്മുടെ പാൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിതിലേക്ക് 2 സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. കുതിർത്ത് വെച്ച ചവ്വരിയും കൂടെ നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവേ. നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കും. ഇത് അല്പം നമുക്കൊന്ന് തണുക്കണം. എന്നിട്ട് വേണം ഇതിൻ്റെ ഫ്രൂട്ട്സ് ഇതിനകത്തിലേക്ക് ഇടാനേ. നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. തീ ഞാൻ ഓഫ് ചെയ്യുവാണേ. പാല് തണുത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഫ്രൂട്ട്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. നമുക്കിത് പാത്രത്തിലേക്കൊന്ന് മാറ്റാം. നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന മുന്തിരിയും നട്ട്സും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ട്, ഫ്രൂട്ട് പായസം ഇവിടെ റെഡി. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.